ഹലോ, ഈ സെഷനിലേക്ക് സ്വാഗതം. ഫലപ്രദമായ അധ്യാപനം പഠനത്തെ മെച്ചപ്പെടുത്തുന്ന ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് അധ്യാപകർക്കും പഠിതാക്കൾക്കും പ്രധാനമാണ്. ഈ സെഷനിൽ പ്രധാന അധ്യാപന സവിശേഷതകളും തൊഴിലധിഷ്ഠിത പരിശീലന അവശ്യഘടകങ്ങളും എന്തൊക്കെയാണെന്ന് കണ്ടെത്തുന്നു. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും: ഫലപ്രദമായ അധ്യാപനത്തിന്റെ ഗുണങ്ങൾ വിവരിക്കുക, കൂടാതെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ ഘടകങ്ങളുടെ രൂപരേഖ തയ്യാറാക്കുക. ഫലപ്രദമായ അധ്യാപനത്തിന്റെ ഗുണങ്ങൾ. വിജയകരമായ അധ്യാപനത്തിലും പഠനത്തിലും സുപ്രധാന പങ്ക് വഹിക്കുന്ന നിരവധി പ്രധാന ഘടകങ്ങളുണ്ട്. ആരംഭിക്കാനുള്ള ഒരു ലിസ്റ്റാണ് താഴെ കൊടുക്കുന്നത്. അതിനായി വിലയിരുത്തൽ ആവശ്യമാണ്. ആസൂത്രണം, തയ്യാറാക്കൽ, രീതി, മാധ്യമങ്ങൾ, പ്രചോദനം, അവതരണം, ചോദ്യങ്ങൾ, മൂല്യനിർണ്ണയം, ഒപ്പം ഫീഡ്ബാക്ക്. ഇനി നമുക്ക് ഓരോ ഘടകങ്ങളും വിശദമായി നോക്കാം. മൂല്യനിർണ്ണയം ആവശ്യമാണ്. നീഡ് അസസ്മെന്റാണ് ആരംഭ പോയിന്റ്. ഞങ്ങളുടെ പരിശീലന പരിപാടി നിർദ്ദിഷ്ട ആവശ്യങ്ങൾക്ക് പ്രതികരണമായി രൂപപ്പെടുത്തിയതാണ്. ഉദാഹരണത്തിന്, ഒരു പ്രദേശത്ത് ഒരു പ്രത്യേക വൈദഗ്ധ്യം ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യം നിറവേറ്റുന്നതിന് അനുയോജ്യമായ ഒരു പ്രോഗ്രാം ഞങ്ങൾ സൃഷ്ടിക്കുന്നു. അനുയോജ്യമായ ഒരു പഠന അന്തരീക്ഷം ഉറപ്പാക്കുന്നു. ആസൂത്രണം. ആസൂത്രണം എന്നത് ഒരു നിർണായക ഘടകമാണ്. പഠിപ്പിക്കുന്നതിന് മുൻപ് കൃത്യമായ ആസൂത്രണം പ്രധാനമാണ്. വിഭവങ്ങൾ, ലക്ഷ്യങ്ങൾ, രീതികൾ, അനുബന്ധ ഘടകങ്ങൾ എന്നിവ പരിഗണിക്കേണ്ടതുണ്ട്. അസംസ്കൃത വസ്തുക്കൾ, അധ്യാപന സമയം, മൊത്തത്തിലുള്ള ലക്ഷ്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു പരിശീലന യാത്രയുടെ മാപ്പിംഗ് ചെയ്യുന്നതിന് സമാനമാണിത്. തയ്യാറാക്കൽ. ആസൂത്രണം ചെയ്തതിനു ശേഷം അടുത്ത ഘട്ടം തയ്യാറെടുപ്പാണ്. അധ്യാപകനും പഠിതാവും തയ്യാറായിരിക്കണം. വ്യക്തമായ ലക്ഷ്യങ്ങൾ ഫലപ്രദമായ അധ്യാപനത്തിന് അത്യന്താപേക്ഷിതമാണ്. കാരണം വ്യക്തമല്ലാത്തവ ദൈർഘ്യമേറിയ അധ്യാപന സമയത്തിലേക്ക് നയിച്ചേക്കാം. പഠിതാക്കളോട് അവരുടെ മുൻ അറിവിനെ നിലവിലെ വിഷയവുമായി ബന്ധിപ്പിക്കുന്ന ആമുഖവും ചിന്തോദ്ദീപകവുമായ ചോദ്യങ്ങളുമായി ഇടപഴകുക. രീതി. ശരിയായ രീതി തിരഞ്ഞെടുക്കുന്നത് പ്രധാനമാണ്. വിഷയത്തിന് അനുയോജ്യമായ ഒരു രീതി തിരഞ്ഞെടുക്കുക. സൈദ്ധാന്തിക വശങ്ങൾക്കായി പ്രഭാഷണങ്ങളും പാഠ്യപദ്ധതികളും ഉപയോഗിക്കുക. പാചകം അല്ലെങ്കിൽ മരപ്പണി പോലെയുള്ള പ്രായോഗിക വൈദഗ്ധ്യത്തിന് പ്രായോഗിക പ്രകടനങ്ങളിലൂടെയുള്ള പഠനം തിരഞ്ഞെടുക്കുക. മീഡിയ. അടുത്തതായി എന്ത് ടീച്ചിംഗ് എയ്ഡ് അല്ലെങ്കിൽ മീഡിയ ഉപയോഗിക്കണമെന്ന് പരിഗണിക്കേണ്ടതുണ്ട്. പ്രബോധന ആവശ്യങ്ങൾക്കായി ഉചിതമായ മാധ്യമങ്ങളും മറ്റ് അധ്യാപന സഹായികളും ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. എളുപ്പത്തിൽ ലഭ്യമാണെങ്കിൽ നിലവിലുള്ള മീഡിയയാണ് അഭികാമ്യം. അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ അത് സ്വയം തയ്യാറാക്കേണ്ടതുണ്ട്. പ്രചോദനം. ഇൻസ്ട്രക്ടർമാർ എന്ന നിലയിൽ പഠിക്കാൻ നിങ്ങൾ നിങ്ങളുടെ പഠിതാക്കളെ പ്രചോദിപ്പിക്കുന്നു. വിഷയം വിലപ്പെട്ടതും രസകരവുമാണെന്ന് അവർക്ക് തോന്നണം. പ്രസക്തമായ ഉദാഹരണങ്ങളിലൂടെയും അറിവ് പ്രയോഗിക്കാൻ കഴിയുന്ന യഥാർത്ഥ ലോക സാഹചര്യങ്ങളുടെ പ്രാധാന്യവും കാണിച്ച് നിങ്ങൾ ഇത് ചെയ്യണം. അവതരണം. ഫലപ്രദമായ അധ്യാപനത്തിൽ ഒരു കഥ പോലെ ഘടനാപരമായ അവതരണം ഉൾപ്പെടുന്നു. ലളിതമായ ആശയങ്ങളിൽ നിന്ന് ആരംഭിക്കുക. സങ്കീർണമായവയിലേക്ക് മുന്നേറുക. പാഠങ്ങൾ ലക്ഷ്യങ്ങളിലേക്കും മുൻ അറിവുകളിലേക്കും ബന്ധിപ്പിക്കുക. ശക്തമായ പ്രതികരണത്തിനായി ഉദാഹരണങ്ങൾ, പ്രകടനങ്ങൾ, ദൃശ്യങ്ങൾ എന്നിവ ഉപയോഗിച്ച് പഠിതാക്കളുമായി ഇടപഴകുക. ചോദ്യങ്ങൾ. അധ്യാപനത്തിന്റെ ഓരോ ഘട്ടത്തിലും ചോദ്യം ചെയ്യൽ ഉണ്ടാകണം. മനസ്സിലാക്കാനുള്ള കഴിവ് വിലയിരുത്തുന്നതിനും ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കുന്നതിനും അധ്യാപകർക്ക് ഇടയ്ക്കിടെ ചോദ്യങ്ങൾ ചോദിക്കാം. ഈ സമീപനം ഫലപ്രദമായ പഠനം ഉറപ്പാക്കുകയും പാഠം മുന്നോട്ട് വികസിക്കുമ്പോൾ പഠിതാവിന്റെ ധാരണ അളക്കുന്നതിനുള്ള ഒരു കോമ്പസ് പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മൂല്യനിർണ്ണയം. അധ്യാപനത്തിന് ശേഷം മൂല്യനിർണ്ണയമാണ് വരുന്നത്. പ്രബോധന ലക്ഷ്യങ്ങൾ നേടിയിട്ടുണ്ടോ എന്ന് വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. പഠനഫലങ്ങൾ അളക്കുന്നതിനുള്ള പരിശോധനയോ നിരീക്ഷണങ്ങളോ മറ്റു രീതികളോ ഇതിൽ ഉൾപ്പെട്ടേക്കാം. ട്രെയിനികൾ എത്ര നന്നായി പ്രവർത്തിക്കുന്നുവെന്ന് വിലയിരുത്തുന്നത് പരിശീലനത്തിന്റെ ഫലപ്രാപ്തി അളക്കാൻ സഹായിക്കുന്നു. ഫീഡ്ബാക്ക്. അധ്യാപനത്തിലും പഠനത്തിലും ഫീഡ്ബാക്ക് നിർണായകമാണ്. ഒരു പാഠത്തിന് ശേഷമുള്ള ഉടനടി ഫീഡ്ബാക്ക് പഠിതാക്കൾക്കും അധ്യാപകർക്കും പ്രയോജനപ്പെടും. ഇത് ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങളെയും വെല്ലുവിളികളെയും അഭിസംബോധന ചെയ്യുന്നു. പഠിതാക്കൾക്ക് എവിടെ മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് കാണാൻ സഹായിക്കുകയും അവരുടെ പ്രകടനം വിലയിരുത്താൻ ഇൻസ്ട്രക്ടർമാരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഇത് അധ്യാപനവും പഠനപ്രക്രിയയും മെച്ചപ്പെടുത്തുന്നു.
ഇനി നമുക്ക് തൊഴിൽ പരിശീലനത്തിന്റെ ഘടകങ്ങൾ നോക്കാം. തൊഴിലധിഷ്ഠിത പരിശീലനത്തിന്റെ അടിസ്ഥാനം ഇനി പറയുന്ന ആവശ്യ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു. അവ ഇനി പറയുന്നവയാണ്: അറിവ്, വൈദഗ്ധ്യം, മനോഭാവം, ഒപ്പം ഉത്പാദനക്ഷമത. ഇനി നമുക്ക് ഓരോ തൊഴിൽ പരിശീലന ഘടകങ്ങളും വിശദമായി നോക്കാം. അറിവ്. അറിവ് നേടുന്നതിൽ വിവിധ രീതിയിലുള്ള വിവരങ്ങൾ നേടുന്നത് ഉൾപ്പെടുന്നു. ഒരു വൈദഗ്ധ്യം നേടുമ്പോൾ ആ കഴിവിനെക്കുറിച്ച് സമഗ്രമായ ധാരണ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അറിവിനെ 3 വിഭാഗങ്ങളായി തിരിക്കാം. തീർച്ചയായും അറിയേണ്ട വിജ്ഞാനം, അറിഞ്ഞിരിക്കേണ്ട വിജ്ഞാനം, അറിയാൻ കഴിയുന്ന വിജ്ഞാനം. തീർച്ചയായും അറിയേണ്ട വിജ്ഞാനം വൈദഗ്ധ്യം നിർവഹിക്കുന്നതിന് ആവശ്യമായ സുപ്രധാനമായ അറിവാണിത്. ഒരു തയ്യൽക്കാരൻ വ്യത്യസ്ത തരത്തിലുള്ള തുണിത്തരങ്ങളും അവയുടെ സവിശേഷതകളും അറിഞ്ഞിരിക്കേണ്ടതുപോലെ ഈ അടിസ്ഥാനപരമായ അറിവ് അത്യന്താപേക്ഷിതമാണ്. ഇതുകൂടാതെ ചുമതല ആരംഭിക്കുന്നത് മിക്കവാറും അസാധ്യമാണ്. അറിഞ്ഞിരിക്കേണ്ട വിജ്ഞാനം. കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ ട്രെയിനികളെ പ്രാപ്തരാക്കുന്ന അധിക വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇലക്ട്രോണിക്സിൽ സർക്യൂട്ടറിയുടെ അടിസ്ഥാന കഴിവുകൾക്കപ്പുറം നൂതന ട്രബിൾ ഷൂട്ടിംഗ് ടെക്നിക്കുകൾ മനസ്സിലാക്കൽ, ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള അറിവ്, സാങ്കേതിക ഡയഗ്രമുകൾ വായിക്കാനും വ്യാഖ്യാനിക്കാനുമുള്ള കഴിവ് എന്നിവ സാങ്കേതിക വിദഗ്ധരെ കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ പ്രാപ്തരാക്കുന്നു. അറിയാൻ കഴിയുന്ന വിജ്ഞാനം. വ്യക്തികളെ അപ്ഡേറ്റ് ചെയ്യുന്ന അധിക വിവരമാണിത്. ഇത് കാര്യക്ഷമത, ഉൽപാദനക്ഷമത, മൊത്തത്തിലുള്ള അറിവ് എന്നിവ വർദ്ധിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു ഇലക്ട്രോണിക്സ് ടെക്നീഷ്യന് പുതിയ ഘടകങ്ങളുമായി പൊരുത്തപ്പെടുന്നതിലൂടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയും. ട്രബിൾ ഷൂട്ടിംഗിലും അറ്റകുറ്റപ്പണികളിലും ഉൽപാദനക്ഷമത ഉറപ്പാക്കും. മൊത്തത്തിലുള്ള സിസ്റ്റം മെച്ചപ്പെടുത്താൻ ഏറ്റവും പുതിയ സോഫ്റ്റ്വെയറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതുപോലെയാണ് ഇത്. വൈദഗ്ധ്യം. ഒരു ചുമതല നിർവഹിക്കാനുള്ള കഴിവാണ് വൈദഗ്ധ്യം. എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് വ്യവസ്ഥാപിതമായി പ്രയോഗിച്ച ആവശ്യമായ വൈദഗ്ധ്യം ആവശ്യമാണ്. തയ്ക്കുമ്പോൾ അതിനു മുൻപ് തുണിയുടെ വലിപ്പം മുറിച്ച് ആരംഭിക്കുക. പരിശീലകർ അവരുടെ വൈദഗ്ധ്യം ട്രെയിനികൾക്ക് കൈമാറണം. തൊഴിലുമായി ബന്ധപ്പെട്ട കഴിവുകൾ നേടാൻ തൊഴിലധിഷ്ഠിത പരിശീലനം ആളുകളെ സഹായിക്കുന്നു. അടിസ്ഥാന കഴിവുകളിൽ ഇനി പറയുന്ന വശങ്ങൾ ഉൾക്കൊള്ളുന്നു. കൃത്യത. കൃത്യതയോടെ ജോലികൾ നിർവഹിക്കാനുള്ള കഴിവ്. കൃത്യമായ പ്രകടനത്തിന് ആവശ്യമായ കഴിവുകൾ ട്രെയിനികൾ വികസിപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. വേഗത. ഇവിടെ ദ്രുതഗതിയിലുള്ളതും എന്നാൽ ഗുണമേന്മയുള്ളതുമായ നിർവഹണത്തിന്റെ പ്രാധാന്യം കൊടുക്കുന്നു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ജോലികൾ കാര്യക്ഷമമായി പൂർത്തിയാക്കാൻ വ്യക്തികളെ പരിശീലിപ്പിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വർക്ക്മാൻഷിപ്പ്. ഉയർന്ന തലത്തിലുള്ള നൈപുണ്യത്തോടെ, ശ്രദ്ധയോടെ ഗുണമേന്മയുള്ള ഔട്ട്പുട്ട് നൽകാനുള്ള പ്രതിബദ്ധത വളർത്തിയെടുക്കാൻ വ്യക്തികളെ പഠിപ്പിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. ഏകാഗ്രത. ഇതിൽ കേന്ദ്രീകൃതമായ ശ്രദ്ധയുടെയും മാനസിക പ്രയത്നത്തിന്റെയും വികസനത്തിന് ഊന്നൽ നൽകുന്നു. അർപ്പണബോധം നിലനിർത്താനും ജോലികളിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിക്കാതിരിക്കാനും ട്രെയിനികളെ പഠിപ്പിക്കുന്നു. രീതി. ഘടനാപരവും കാര്യക്ഷമവുമായ വർക്ക് ഫ്ലോ ഉറപ്പാക്കിക്കൊണ്ട് വ്യവസ്ഥാപിതമായും ഓർഗനൈസേഷനുമായും ജോലികളെ സമീപിക്കാൻ വ്യക്തികളെ നയിക്കുന്നതിനാണ് ഇവിടെ ഊന്നൽ നൽകുന്നത്. സമ്പദ്വ്യവസ്ഥ. ഇവിടെ പരിശീലനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വിഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ വ്യക്തികളെ നിർദ്ദേശിക്കുന്നതിലും പാഴ്വസ്തുക്കളെ കുറയ്ക്കാനും ടാക്സ് എക്സിക്യൂഷനിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും അവരെ പഠിപ്പിക്കുന്നതിലാണ്. ശരിയായ മനോഭാവം. ജോലികളോടും സഹപാഠികളോടും നല്ല മനോഭാവം, പെരുമാറ്റം എന്നിവ വളർത്തിയെടുക്കുന്നതിന് അനുകൂലവും സഹകരണപരവുമായ പഠന അന്തരീക്ഷത്തിന് സംഭാവന നൽകുന്നു. ടെക്നിക്ക്. ഇതിൽ വ്യക്തികളെ മികവോടെ കഴിവുകൾ പ്രയോഗിക്കാൻ പഠിപ്പിക്കുകയും ഒപ്റ്റിമൽ ഫലങ്ങൾ നേടുന്നതിന് സ്ഥാപിത രീതികളും നടപടിക്രമങ്ങളും പിന്തുടരാൻ അവരെ നയിക്കുകയും ചെയ്യുന്നു. ഏകോപനം. പഠനപ്രക്രിയയിൽ ടീം വർക്കിന്റെയും സഹകരണത്തിന്റെയും പ്രാധാന്യം എടുത്തു കാണിച്ചുകൊണ്ട് ഒരു ഏകീകൃത ഫലം കൈവരിക്കുന്നതിന് വ്യത്യസ്ത ഘടകങ്ങളെ യോജിപ്പിച്ച് സമന്വയിപ്പിക്കുന്നതിന് വ്യക്തികൾക്ക് നിർദ്ദേശം നൽകുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. മനോഭാവം. മനോഭാവം മാനസികാവസ്ഥ, പെരുമാറ്റം, പെരുമാറ്റ രീതി എന്നിവ ഉൾക്കൊള്ളുന്നു. വിദ്യാഭ്യാസത്തിൽ കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്താനുള്ള ഒരു പഠിതാവിന്റെ കഴിവാണ് പ്രധാനം. ട്രെയിനികളിൽ നല്ല പഠനമനോഭാവം വളർത്തിയെടുക്കുക എന്നത് തൊഴിൽ പരിശീലനത്തിൽ നിർണായകമാണ്. പഠിക്കാനുള്ള സന്നദ്ധത ഇല്ലെങ്കിൽ പരിശീലനാർത്ഥികൾക്ക് താൽപ്പര്യം നഷ്ടപ്പെടും. ഈ മാനസികാവസ്ഥയിൽ മുൻകൈ, ഉത്സാഹം, ഏകോപനം, കൃത്യനിഷ്ഠ, ആത്മനിയന്ത്രണം, ഇച്ഛാശക്തി, ന്യായവിധി, സത്വരത, വേഗത, മനസ്സിലാക്കൽ തുടങ്ങിയ ഗുണങ്ങൾ ഉൾപ്പെടുന്നു.
ഇവയെല്ലാം ഒരാളുടെ മനോഭാവത്തെ ബാധിക്കുന്നു. ജോലിയുടെ വിജയത്തിന് ഒരു പോസിറ്റീവ് വർക്ക് മനോഭാവം അത്യന്താപേക്ഷിതമാണ്. ഉൽപാദനക്ഷമത. കാര്യങ്ങളെ കാര്യക്ഷമമായി സൃഷ്ടിക്കുന്നതാണ് ഉൽപാദനക്ഷമത. തൊഴിലാളികൾ യന്ത്രസാമഗ്രികൾ, മറ്റ് സാമഗ്രികൾ എന്നിവ ഉപയോഗിച്ച് ഇത് ഓരോ ഇൻപുട്ടിനും ഔട്ട്പുട്ട് അളക്കുന്നു. തൊഴിലധിഷ്ഠിത പരിശീലനത്തിന് ശേഷം ഒരു ട്രെയിനിക്ക് അവരുടെ വ്യാപാരത്തിൽ പ്രവർത്തിക്കാൻ കഴിയണം. അത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കും. പലപ്പോഴും നൈപുണ്യവും ഇച്ഛയും എന്ന് വിളിക്കപ്പെടുന്ന വൈദഗ്ധ്യവും പ്രചോദനവും ഉള്ളപ്പോൾ ഇത് സംഭവിക്കുന്നു. ഇതോടെ ഈ സെഷൻ അവസാനിച്ചിരിക്കുന്നു. അവസാനിപ്പിക്കുന്നതിന് മുൻപ് പഠിച്ച പ്രധാന പോയിന്റുകൾ നോക്കാം. ഫലപ്രദമായ അധ്യാപനത്തിന്റെ ഗുണങ്ങൾ വിവരിക്കുക. കൂടാതെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ ഘടകങ്ങളുടെ രൂപരേഖ തയ്യാറാക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.